സിനിമ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് ഉള്ളത്. ഇന്ന് അടിപൊളി പടം കാണാൻ പറ്റുള്ളത് കൽക്കി. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാണാൻ പറ്റുള്ളതാണ്. പ്രഭാസ്, അതുപോലെ അമിതാഭ് ബച്ചൻ, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളുണ്ട്, കമലഹാസനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ തന്നെ ഈ തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം ഈ തിയേറ്ററിൻ്റെ എഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരത്തോളം വന്നിട്ട് പടം കണ്ടത്. നല്ല സിനിമ നല്ല തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ നമ്മളിപ്പോൾ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് നേരെ സിനിമ കാണാം, അതിനുശേഷം പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കാം. അടിപൊളി സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയാ? അടിപൊളിയാണ്. എല്ലാവരും നല്ല അടിപൊളിയാണ്. നല്ല സിനിമ പോലെയാണല്ലേ? ഹോളിവുഡ് സിനിമ അതിനെക്കാട്ടും അപ്പുറമാണ് ഇത്. അപ്പുറമാണ്. എല്ലാം VFX നന്നായിട്ടുണ്ട് അല്ലേ? അടിപൊളിയാണ്. നല്ല വ്യൂസ് ആണ്. 3Dയിൽ കാണുന്ന ശരിക്കും അല്ലേ? 3Dയിൽ കാണണം. മെയിനായിട്ട് 3Dയിൽ കാണുമ്പോഴാണ് നമുക്ക് ഒരു ഇമ്പാക്റ്റ് വരുന്നത്. അതെ അതെ. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളി. എല്ലാവരും നന്നാക്കിയിട്ടുണ്ട്. സിനിമ എങ്ങനെയാ? സിനിമ എങ്ങനെയാ? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. അടിപൊളി അടിപൊളി സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി സ്റ്റാർട്ടാക്കി. സിനിമ എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസാ. അടിപൊളി പടം അല്ലേ? സെക്കൻഡിലാണ് ബാക്കിയുള്ളത്. സിനിമ എങ്ങനെയുണ്ട്? അല്ല പ്രഭാസ്, ശോഭന എല്ലാവരും ഉഷാറാക്കിയില്ലേ? അടിപൊളി അടിപൊളി. രണ്ടാം ഭാഗത്ത് കാത്തിരിക്കുന്നല്ലേ? സിനിമ എങ്ങനെയുണ്ട്? സിനിമ കുഴപ്പമില്ല. അടിപൊളി. സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ശോഭന എല്ലാവരും ഉഷാറാക്കി. പ്രഭാസ് അടിപൊളിയാക്കിയിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവരും ഉഷാറാക്കിയില്ലേ? നല്ല VFX അല്ലേ? അടിപൊളിയാണ്. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി. സിനിമ എങ്ങനെയുണ്ട്? സിനിമ